ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വിഷയം നമ്മുടെ മനാഫ് എന്തുകൊണ്ട് അർജുനെ കാണാതായത് മുതൽ ഈ 72 ദിവസവും അവിടെ കാത്തു കെട്ടിക്കിടന്നു എന്നത്. കാരണം ബുദ്ധിയുള്ള ആർക്കായാലും തോന്നുന്നത് ഒന്ന് പ്രശസ്തി എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവരും അറിയപ്പെടും. അയ്യോ, പിന്നെ ഒരു ജോലിക്കാരനാണ് മരിച്ചതിന് ശേഷവും വണ്ടിയുടെ ഉടമ പോകാതെ അവിടെ തന്നെ നിൽക്കുന്നു. അവിടെ നിന്നിട്ട് അർജുനെ കണ്ടു കിട്ടിയാലേ പോകൂ എന്ന് പറഞ്ഞ് അവിടെ തന്നെ അങ്ങനെ കെട്ടിക്കിടക്കുന്നു. അപ്പോൾ ആൾക്കാരെ സിമ്പതി ഒന്ന് വർക്കൗട്ടാവും, അതൊരു കാര്യം. പിന്നെ അവിടെ പല പല ആൾക്കാർ വരും, പോലീസുകാർ, മന്ത്രിമാർ, പിന്നെ പല രാഷ്ട്രീയക്കാർ, നാട്ടുകാർ, കേരളത്തിലുള്ള ജനങ്ങൾ മൊത്തം ഇപ്പം പിന്നെ മനാഫിന് സപ്പോർട്ടുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അർജുൻ്റെ കുടുംബക്കാരെ ഒന്നടങ്കം അവഹേളിക്കുന്ന കമൻറ്റുകൾ ഇട്ടുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലുള്ള ജനത മൊത്തം ഇളകിയിരിക്കുന്നത്. അർജുൻ്റെ സഹോദരി പിന്നെ ന്യൂസ് ചാനലിലും മറ്റുമൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത്, അവൾ അഹങ്കാരിയാണ്, അവൾ സംസാരിക്കുന്നത് കണ്ടോ, അവളുടെ മുഖത്ത് നോക്കുക, അവൾ ഒട്ടും കരയുന്നില്ല. അല്ലെങ്കിൽ അർജുൻ്റെ ഭാര്യ, അവൾ ഒട്ടും തന്നെ കരയുന്നില്ല, അവളെ കണ്ടോ, അവൾ ചിരിക്കുന്നു. എവിടെ ചിരിക്കുന്നു എന്നൊന്നും ആർക്കറിയത്തില്ല. എന്നോ ആരെങ്കിലും കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുമോ? കരഞ്ഞ് കുറേ ദിവസം കഴിയുമ്പോഴത്തേക്ക് കരച്ചിലിൻ്റെ ആക്കമെല്ലാം കുറയും. പിന്നെ എന്നും കരഞ്ഞുകൊണ്ടിരിക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ലല്ലോ. പിന്നെ അതുമാത്രമല്ല, പുരുഷന്മാരാണെങ്കിൽ ഇന്ന് കരയും, നാളെ കോമഡി പിന്നെ ഓരോ പരിപാടികളിൽ കാണുമ്പോൾ തന്നെ നാളെ വേറെ കല്യാണം കഴിക്കാനുള്ള ആലോചനകളായിരിക്കും അവർ നടത്തുന്നത്. സ്ത്രീകൾ കുറച്ചും കൂടെയൊക്കെ കുറച്ച് കാലമൊക്കെ അടങ്ങി ഒതുങ്ങിയൊക്കെ ആ വിഷമത്തിലിരിക്കുമായിരിക്കും. പിന്നെ ഓരോ ജീവിത പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് നീങ്ങുമ്പോഴത്തേക്ക് അവരുടെ ലൈഫിലുമൊക്കെ മാറ്റം വരും. അപ്പോൾ നമ്മുടെ നാട്ടുകാരെന്ന് പറയണത് പിന്നെ ഇന്ന് ഒരു സംഭവം നടക്കുമ്പം ആരെക്കുറിച്ചെങ്കിലും നല്ലത് പറയുമ്പോൾ അവരെ സൈഡിൽ അങ്ങോട്ട് ചാടി നിൽക്കും. അത് കഴിയുമ്പോഴത്തേക്ക് നാളെ അവരെക്കുറിച്ച് നെഗറ്റീവ് പറയുമ്പോഴത്തേക്ക് അങ്ങനെയായിരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ കുറേ നെഗറ്റീവ് കമൻറ്റുകളും ഇട്ട് മറുകണ്ഠം ചാടും. അപ്പോൾ ഇന്ന് ചിലപ്പം മനാഫിന് തന്നെ ആദ്യം ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ വണ്ടിയിലുണ്ടായിരുന്നത് കള്ളക്കടത്ത് തടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ല. അന്ന് അങ്ങേര് നല്ലതായിട്ട് വിഷമിച്ച് കാണും. പിന്നെ ഇപ്പോൾ എല്ലാവരും കൂടെ വന്നിട്ട് അങ്ങേരെ പിന്നെ ദൈവതുല്യനാക്കുകയാണ്. പിന്നെ ഇത്രയും ദിവസം പിന്നെ തൻ്റെ വണ്ടിയിലെ ജോലിക്കാരനായിരുന്നിട്ട് പോലും പിന്നെ അവൻ്റെ ജഡം കണ്ടുകിട്ടുന്നതിന് വേണ്ടിയിട്ട് മനാഫ് മുന്നിട്ടിറങ്ങി നിൽക്കുന്നു. വീട്ടിൽ പോയി വെള്ളം പോലും കുടിക്കാതെ അവിടെ തന്നെ കിടക്കുന്നു. അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ജനങ്ങൾ ഭയങ്കര സപ്പോർട്ടാണ്. നാളെ ഇനി അത് എന്താവുമെന്നൊന്നും അറിയില്ല. പിന്നെ എന്ത് ആയാലും തന്നെ ഇപ്പോൾ അങ്ങനെ യൂട്യൂബ് ചാനലിനെ കുറിച്ചൊക്കെ ഞാൻ ഫസ്റ്റ് മനാഫിൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടപ്പോഴത്തേക്ക് വെറും 8000 സബ്സ്ക്രൈബേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെ രാത്രി നോക്കിയപ്പോൾ 80,000 കഴിഞ്ഞു. അതൊക്കെ അങ്ങേരുടെ ഇഷ്ടം, യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നത്. ഇപ്പോൾ ഞാൻ തുടങ്ങിയെന്ന് പറഞ്ഞ് അതെൻ്റെ ഇഷ്ടം, അതൊക്കെ വേറെ കാര്യം. അപ്പോൾ നമ്മുടെ ആൾക്കാരുടെ കാര്യമെന്ന് പറഞ്ഞാൽ ഉടനെ ഓടിച്ചെന്ന് ഈ 8000 കിടന്ന ഇപ്പോൾ ഈ അർജുൻ്റെ സഹോദരിയും ഭർത്താവും അർജുൻ്റെ ഭാര്യയും എല്ലാം കൂടെ ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ സമയത്ത് പിന്നെ ന്യൂസ് ചാനലിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ ലോറി ഉടമ മനാഫ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ചാനൽ അങ്ങേര് തുടങ്ങിയിട്ടുണ്ട്. അതിലെല്ലാം അർജുൻ്റെ വീഡിയോസൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് പിന്നെ റീച്ചൊക്കെ ആയി വരുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നേരെ ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് നേരെ അങ്ങേരെ ചാനലിൽ പോകും. സിമ്പതി ഓടിച്ചെന്ന് അവിടെ വന്ന് സബ്സ്ക്രൈബ് അടിച്ചിട്ട് വരും. നമ്മുടെ ആൾക്കാരൊക്കെ കൊള്ളാം, സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കിടക്കണമെന്നും കുഴപ്പമൊന്നുമില്ല. ഇനി നാളെ ഇത്രയും സബ്സ്ക്രൈബേഴ്സൊക്കെ അവിടെ ഇരിക്കും. നാളെ ഇനി വേറെ പ്രശ്നങ്ങൾ വരുമ്പം ആൾക്കാരെല്ലാം കൂടെ അങ്ങോട്ട് പോവും. മനാഫിൻ്റെ ചാനൽ കൊണ്ട് പിന്നെ സിമ്പതി വർക്കൗട്ടും കാര്യങ്ങളൊന്നും നാളെ ഒന്നും വീഡിയോ ഇട്ടാലൊന്നും ആരും കാണാനൊന്നുമില്ല. അത് ആൾക്കാരെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഓരോ കാര്യങ്ങൾ വരുമ്പം മറുകണ്ഠം ചാടുക, അങ്ങോട്ട് ചാടുക, ഇങ്ങോട്ടൊക്കെ ചാടുക എന്നുള്ളത് ആൾക്കാരെ ഒരു കാര്യപരിപാടി തന്നെ, അതിലൊന്നും വലിയ കാര്യമില്ല. പക്ഷേ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നാളെ ഇനിയിപ്പോൾ നമ്മളെ മനാഫ് എന്ന് പറയുന്ന ആ വ്യക്തിയെ നാളെ രാഷ്ട്രീയത്തിൽ കാണാം.
അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും സിനിമയിലൊക്കെ മറ്റേ അഭിനയിക്കാൻ ചാൻസസ് ഒക്കെ കിട്ടാം, പ്രശസ്തിയും സിമ്പതിയൊക്കെ കൊണ്ട്. അത് വേറെ കാര്യം. അങ്ങനെ നല്ല കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്നൊന്നും പറയുന്നില്ല, നല്ല കാര്യങ്ങൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ദിവസം അവിടെ കാത്തു കെട്ടിക്കിടക്കും. പക്ഷേ അർജുൻ്റെ സഹോദരി ഭർത്താവും മറ്റുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവർക്കൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും കൊടുക്കാതെ എല്ലാം അവർ ചെയ്യണ കാര്യങ്ങൾ തന്നെ പിന്നെ മനാഫ് വീണ്ടും അതിൻ്റെ ഇടയിൽ ചാടിക്കയറി പിന്നെ ഞാനാണ് ചെയ്തതെന്ന് വരുത്തി തീർക്കാനുള്ള പല ശ്രമങ്ങളും നടത്തിയെന്നും മറ്റുമൊക്കെയാണ് അവർ ന്യൂസിലൊക്കെ പറയുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ അവരുടെ ഇടയിലൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല, എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ അവർക്ക് തന്നെ അറിയാം. എന്തെങ്കിലും കാണുമായിരിക്കും. കാരണം എന്തുകൊണ്ട് അർജുൻ്റെ സഹോദരി ഭർത്താവൊക്കെ അവിടെ ഉണ്ടായിരുന്നിട്ടും പരസ്പരം നേരെ സംസാരിക്കാതെയും പിന്നെ ഫോൺ വിളിച്ചാൽ എടുക്കില്ല എന്നാണ് പറയുന്നത്. മനാഫ് അർജുൻ്റെ വീട്ടുകാർ ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതൊക്കെ അവർക്കേ അറിയാമുള്ളൂ. പിന്നെ അർജുൻ്റെ പേരും പറഞ്ഞ് പണം പിരിക്കുന്നു എന്നൊക്കെ പറയുന്നത്, അതൊക്കെ പണം എവിടെന്നെങ്കിലും ഏതെങ്കിലും വഴിക്കൊക്കെ സോഴ്സുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പോലീസിന് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ പോലീസ് കണ്ടുപിടിക്കട്ടെ, അതൊക്കെ നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല. പക്ഷേ മനാഫ് പറയുന്നുണ്ട്, എന്നെ അഥവാ അർജുൻ്റെ പേരും പറഞ്ഞ് ഞാൻ കാശ് പിരിച്ചിട്ടുണ്ട് എന്ന് ഒന്ന് തെളിഞ്ഞാൽ ഞാൻ ഏതോ ഒരു മൈതാനത്ത് പോയി നിൽക്കും, എന്നെ കല്ലെറിഞ്ഞ് കൊല്ലട്ടെ എന്ന്. അപ്പോൾ അത്രയൊക്കെ ഉള്ള ആത്മവിശ്വാസത്തോടെ പറയുന്നെങ്കിൽ ചിലപ്പോൾ ഇനി മനാഫായിരിക്കില്ല പിരിച്ചത്, മനാഫിൻ്റെ പേരും പറഞ്ഞ് വേറെ ആൾക്കാർ ഗ്യാങ് ഉണ്ടാക്കി അവർ പിരിച്ചു തിന്നോ എന്നും അറിയില്ല. അർജുൻ്റെ വീട്ടുകാർക്കൊന്നും ഈ പിരിച്ച പണങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നും അവർ പറയുന്നുണ്ട്. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. ഗവൺമെൻറ് അവർക്ക് അർജുൻ്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തു. പിന്നെ കർണാടക ഗവൺമെൻറ് 5 ലക്ഷം രൂപ എന്തോന്ന് ധനസഹായം കൊടുത്ത്, അങ്ങനെയൊക്കെ അതൊക്കെ അവർക്ക് മതി. മുന്നോട്ട് ഗവൺമെൻറ്റിൻ്റെ സഹായം അവർക്ക് മതി. അല്ലാതെ അവർ അർജുൻ്റെ പേരും പറഞ്ഞ് ആരുടെ കയ്യിലൊന്നും പിരിച്ച് തിന്നാനൊന്നും പോകുന്നില്ല. അതവർക്ക് താല്പര്യമില്ല. അവർക്ക് അധ്വാനിച്ച് ജീവിക്കാനാണ് താല്പര്യം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്തൊക്കെ ആയാലും നിങ്ങൾ ഇങ്ങനെ അർജുൻ്റെ കുടുംബത്തെ എല്ലാവരും പറയുന്നത്, ഞങ്ങൾക്ക് അർജുനെ മാത്രമേ ഞങ്ങൾ സ്നേഹിച്ചിട്ടുള്ളൂ. ചിലർ പറയുന്ന അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയയോടൊപ്പവും കുടുംബത്തോടൊപ്പവും അങ്ങനെ എന്നൊക്കെ ആദ്യം പറയാമായിരുന്നു. പിന്നെ വേറെ ഒരു ന്യൂസിൽ അവർ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ മനാഫിൻ്റെയോടൊപ്പം പിന്നെ ഈശ്വർ മാൽപ്പയോടൊപ്പം അങ്ങനെയൊന്നും പറയില്ല. അർജുൻ നഷ്ടപ്പെട്ടെങ്കിൽ അത് അർജുൻ്റെ കുടുംബത്തിനാണ് തീരാ നഷ്ടം. അവൻ്റെ അപ്പനും അമ്മയ്ക്കും അവനെക്കുറിച്ച് എന്നും വേദനയായിരിക്കും. അല്ലാതെ ഈ മനാഫും മാൽപ്പയൊക്കെ ബഹുമാനം അർഹിക്കുന്നു. പക്ഷേ പിന്നെ ഇനി മുന്നോട്ടുള്ള തുടർന്നുള്ള കാലഘട്ടത്തിൽ അതിൻ്റെ വേദനയും വിഷമവും ഉള്ളിൽ അടക്കി ജീവിക്കാൻ അവൻ്റെ ഭാര്യയും അവൻ്റെ സഹോദരിയും പിന്നെ അവൻ്റെ അപ്പനും അമ്മയും മാത്രമൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒന്ന് നാട്ടുകാർ മനസ്സിലാക്കിക്കൊള്ളാം. അത്രയധികം അർജുൻ്റെ കുടുംബത്തിനെ എല്ലാവരും ചേർന്ന് അവഹേളിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് നമ്മുടെ മലയാളികളെന്ന് പറഞ്ഞാൽ ഇപ്പം തീരെ ഒരു നികൃഷ്ടമായ രീതിയിലാണ് അവരെ പോക്കെന്ന് പറഞ്ഞാൽ. എന്തോന്ന് പറയാനെന്ന് അറിഞ്ഞൂടാ. ഒരുമാതിരി ഈ തീവ്രവാദികളെ പോലത്തെ ഒരു മൈൻഡാണ് അവർക്കുള്ളത്. അത്രയധികം മോശപ്പെട്ട കമൻറ്റുകളും ഇട്ടുകൊണ്ടാണ് അവർ ഇപ്പോൾ അർജുൻ്റെ സഹോദരി പറയുന്നത് അവൾ പിന്നെ മാനസികമായിട്ട് വളരെയധികം ഡൗണാണ്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള മരുന്നാണ് കഴിച്ച് കിടന്ന് ഉറങ്ങുന്നത്. അത്രയധികം ഉള്ള ഒരവസ്ഥയിലോട്ട് ചിലർക്ക് താങ്ങാൻ പറ്റത്തില്ല. മോശപ്പെട്ട കമൻറ്റുകളൊക്കെ ഇടുമ്പോഴത്തേക്ക് അവർക്കത് പിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാനാണെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് താഴെയൊക്കെ വന്നിട്ട് മോശം കമൻറ്റ് ഇട്ട് വയ്ക്കുമെങ്കിൽ ഞാൻ താങ്ക്സ് എന്ന് എഴുതി വെച്ച് കൊടുക്കും, താങ്ക് യു എന്ന് എഴുതി വയ്ക്കും. കാരണം ഇന്ന് ആൾക്കാർക്കൊക്കെ പല ആൾക്കാരും പല പല വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അപ്പം നമ്മളെ വീഡിയോ ഒന്ന് കാണാനും മോശം കമൻ്റ് ആണെങ്കിലും ഇടാൻ കാണിച്ച ഒരു മനസ്സിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്, താങ്ക്സ് എന്ന് പറഞ്ഞ് അങ്ങ് ഇട്ട് കൊടുക്കും. പിന്നെ അവരതിന് തിരിച്ച് മറുപടിയൊന്നും പറയില്ല. അത്ര തന്നെ എൻ്റെ കാര്യം. ചിലർക്ക് ആദ്യം എനിക്ക് ഭയങ്കര വിഷമം തോന്നി. പിന്നെ മോശം കമൻസൊക്കെ ഇട്ട് വെച്ച് വരുമ്പോഴത്തേക്ക് എന്തോ ഒരു ഭയങ്കരപ്പെട്ട ഒരു വിഷമം തോന്നി. പക്ഷേ ഇപ്പം ഞാനൊന്നും അതൊന്നും കണക്കിലാക്കുന്നില്ല. ചിലർക്കത് താങ്ങാൻ പറ്റത്തില്ല. അത്രയധികം ഇങ്ങനെയാണ് എഴുതി വയ്ക്കുന്നത്, അർജുൻ്റെ കുടുംബത്തെ ഞങ്ങൾ വെറുക്കുന്നു. ഇനി ഒരിക്കലും അർജുൻ്റെ കുടുംബത്തിൽ അർജുൻ്റെ ഭാര്യയോ സഹോദരിമാരോ ആരും ഞങ്ങളുടെ മനസ്സിലില്ല. ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു. ഞങ്ങൾ മനാഫിനോടൊപ്പം ഈശ്വർ മാൽപ്പയോടൊപ്പം. ഇതൊക്കെ എന്തോന്ന്
അർജുൻ്റെ കുടുംബക്കാരില്ലെങ്കിൽ അർജുൻ ഭൂമിയിൽ ജനിക്കില്ലായിരുന്നല്ലോ. അർജുൻ്റെ അപ്പനും അമ്മ ഇല്ലെങ്കിൽ അർജുൻ ജനിക്കുമോ? നിങ്ങളിപ്പോൾ അവൻ വണ്ടി ആക്സിഡൻ്റായിട്ട് അവൻ പിന്നെ വെള്ളത്തിൽ മുങ്ങി താണതുകൊണ്ടും ഇങ്ങനെ ഒരു ന്യൂസ് വന്നതുകൊണ്ടും അന്വേഷണം തുടങ്ങിയപ്പോഴൊക്കെയല്ലേ നിങ്ങൾക്ക് അർജുനെക്കുറിച്ച് അറിയുള്ളൂ. അതിന് മുന്നേ അവൻ്റെ വീട്ടിൽ സഹോദരിക്കും അപ്പനും അമ്മയ്ക്കും അവനെക്കുറിച്ച് അറിയാമല്ലോ. അവൻ എന്താണെന്നറിയാം. പിന്നെ അവരെ ഇത്രയും മോശപ്പെട്ട കമൻ്റ് ഇട്ട് വേദനിപ്പിക്കുന്നത് ഒട്ടും ശരിയല്ല. നിങ്ങൾ അർജുനെ സ്നേഹിക്കുന്നെങ്കിൽ അർജുൻ്റെ കുടുംബക്കാർക്കും കുറച്ച് സപ്പോർട്ട് കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. അവർ പിന്നെ ഇതിനെക്കുറിച്ച് ഈ മനാഫിനെക്കുറിച്ച് അവർ പറഞ്ഞ കാര്യങ്ങളും ഈശ്വർ മാൽപ്പയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾക്കും എതിരെ എല്ലാം കംപ്ലൈൻറ്റ് പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പോലീസ് അതൊക്കെ കണ്ടുപിടിച്ച് കൊണ്ടുവരട്ടെ, അത് തെളിയട്ടെ. അതിനുശേഷം നിങ്ങൾ കമൻ്റ് ഇടാം. ഇന്ന് പിന്നെ ഒരു മോശം കമൻ്റ് ഇട്ടിട്ട് നാളെ നിങ്ങൾക്ക് അതിനെ മാറ്റി പറഞ്ഞുകൊണ്ട് വേറെ കമൻ്റ് ഇടാൻ നിങ്ങൾക്ക് ഉളുപ്പില്ലേ? എന്തിന് മനുഷ്യരെന്ന് പറഞ്ഞ് നടക്കണം, മലയാളികളെന്ന് പറഞ്ഞ് നടക്കണം? ഇതൊന്നും വലിയ അഭിമാനമായിട്ടുള്ള കാര്യമൊന്നും പറയരുത് കേട്ടോ, കരുതരുത്. മറ്റുള്ളവരെ ആത്മഹത്യയിലോട്ടൊന്നും തള്ളിവിടരുത്. ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. ആൾക്കാരെ അങ്ങ് അപമാനിക്കാനും അങ്ങ് കൊമ്പത്തുകൊണ്ട് ഇരുത്താനും പറ്റുന്ന ഒരു ഏർപ്പാടാണ്. പക്ഷേ പിന്നെ ഇത്രയും പിന്നെ ഒരു അപകടം നടന്ന് മാനസികമായിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു കുടുംബത്തെ ഇത്രയധികം അവഹേളിക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞത് മനാഫിനെ കുറിച്ചത്, ഒന്ന് ചിന്തയിലൊന്ന് വെച്ചോളണേ. നാളെ വന്ന് അങ്ങേര് രാഷ്ട്രീയത്തിൽ കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും വല്ല സിനിമയിലോ വല്ല ചാൻസൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. പ്രശസ്തിയും പലരും അങ്ങനെ തന്നെ, വേറെയും ആൾക്കാരൊക്കെ ഉണ്ട് ഈ ഇടയ്ക്ക് ഭയങ്കര സൈബർ ആക്രമണമൊക്കെ നേരിടുന്നുണ്ട്. അവർക്കും ഭയങ്കര സോഷ്യൽ മീഡിയയിലൊക്കെ അറിയപ്പെടാനും പിന്നെ മന്ത്രിമാരുടെ അടുത്തൊക്കെ പോകാനും അങ്ങനെ ഇങ്ങനെ എല്ലായിടത്തും ചുറ്റി നടക്കാനും ഒക്കെ ഭയങ്കര ആഗ്രഹമെന്ന് പറഞ്ഞ് നിങ്ങൾ അവരെയൊക്കെ, ഞാൻ പേരൊന്നും പറയുന്നില്ല, നന്നായിട്ട് ആക്രമിക്കുന്നുണ്ട്. ആരാണെന്നൊക്കെ നിങ്ങൾക്കൊക്കെ മനസ്സിലാകും. അതുപോലെ തന്നെ അവരെ നിങ്ങൾ ആദ്യം കൊമ്പത്തെടുത്തങ്ങ് വെച്ചു, പിന്നെ കൊണ്ടുവന്ന് പൊത്തോന്ന് താഴെയിട്ട്. അതിൻ്റെ ആവശ്യം എന്താണ്? ദൂരെ മാറി നിന്ന് വീക്ഷിക്കുക, ശരിയും തെറ്റുമൊക്കെ വീക്ഷിച്ച് കാത്തിരിക്കുക. അല്ലാതെ ഒരു കുടുംബത്തെ ഒരു വ്യക്തിയെ ഇങ്ങനെ പിന്നെ എല്ലാം കടന്നൽ കൂട് ആക്രമിക്കുന്നത് പോലെ ആക്രമിക്കരുത്. അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. പിന്നെ മനാഫിൻ്റെ കാര്യം ഒന്ന് ചിന്തയിലൊന്ന് വച്ചോളൂ. നാളെ എന്താകുമെന്ന് പിന്നെ നമുക്ക് ആലോചിക്കാം. അങ്ങേരെ യൂട്യൂബ് ചാനലൊക്കെ അവിടെ നിൽക്കട്ടെ, അങ്ങേരെ ഇഷ്ടം. അങ്ങേരെ നല്ല അഹങ്കാരത്തോടെ പറയുന്നുണ്ട്, ഞാൻ ലോറിക്ക് അർജുൻ്റെ പേരേ ഇടുള്ളൂ, ഞാൻ അതന്നെ ഇടുള്ളൂ, ഇനി ഇങ്ങനെ അവരെ പറഞ്ഞതുകൊണ്ട് അത് തന്നെ ഇടുള്ളൂ. അതെനിക്ക് അവരെ അവഹേളിക്കുന്ന അഹങ്കാരത്തിൻ്റെ ഒരു സൗണ്ടായിട്ടാണ് എനിക്ക് അത് തോന്നുന്നത്. അങ്ങനെ പറയുന്നത് ശരി തന്നെ. അർജുനെന്ന പേരൊന്ന് പറഞ്ഞ് ആർക്കും ഒന്നും പതിച്ചൊന്നും കൊടുത്തിട്ടില്ല. അത് ആർക്ക് വേണോ ഇടാം, അതൊരു കാര്യം. അതൊക്കെ കുടുംബക്കാരിനി എന്ത് ചെയ്യുമെന്ന് അത് അവർ നോക്കട്ടെ. പിന്നെ അതുമാത്രമല്ല, ലോറിക്ക് അർജുൻ്റെ പേരിടും. അതൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ എനിക്കൊന്നും അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ മുന്നോട്ട് നിയമവശങ്ങളുമായിട്ട് അർജുൻ്റെ കുടുംബക്കാർ തന്നെ അതൊക്കെ തീരുമാനിക്കും. പിന്നെ യൂട്യൂബ് ചാനലിൽ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇടാം. പക്ഷെ ചിലപ്പോഴൊക്കെ പലർക്കും നല്ല പണികൾ വരുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതൊന്നും അങ്ങനെയൊന്നും ഇടാനൊന്നും പറ്റത്തില്ല. യൂട്യൂബിൻ്റെ പോളിസിക്ക് നിരക്കാത്ത കാര്യങ്ങളൊന്നും ഇടാൻ പറ്റത്തില്ല. പിന്നെ അല്ലാതെ നിയമപരമായ ചില കാര്യങ്ങൾ കൊണ്ട് ചിലതൊന്നും ഇടാൻ പറ്റത്തില്ല. അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങൾ നമുക്കത് വഴിയേ കണ്ടറിയാം. ഞാനിവിടെ വീഡിയോ നിർത്തുകയാണ്. എന്നോട് ആർക്കും ദേഷ്യവും വെറുപ്പും ഒന്നും തോന്നണ്ട. ഉള്ളത് പോലെ പറഞ്ഞു, അത്രേ ഉള്ളൂ. ബൈ ഫ്രണ്ട്സ്.